ഹലോ നമസ്കാരം. കുറെ കാലം കൂടിയിട്ട് ഒരു FDFS ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് തിയേറ്ററുകളിലെത്തിയ ചിത്രം തുടരും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഘടകം തരുൺ മൂർത്തി എന്ന് പറഞ്ഞ സംവിധായകനാണ്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക തുടങ്ങിയ സിനിമകളിൽ നമ്മളെ ഞെട്ടിച്ച ഒരു സംവിധായകനാണ്. അയാള് മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ അത് എങ്ങനെ ഉണ്ടാവും, അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ളത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് ഇതൊരു സ്റ്റോറി ബേസ്ഡ് സിനിമയാണ്, അതുപോലെ പെർഫോമൻസ് ബേസ്ഡ് സിനിമയാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം, ആദ്യം തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലാണ് തിയേറ്ററിലേക്ക് പോയത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് പറയാം. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. KR സുനിലിന്റെ കഥയ്ക്ക് KR സുനിലും തരുൺ മൂർത്തിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. റാന്നിയിലെ ടാക്സി ഡ്രൈവറായ ഷൺമുഖൻ, ഭാര്യ ലളിത, അവർക്ക് 2 മക്കൾ. ഷൺമുഖനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാർ എന്ന് പറയുന്നത് അയാളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ്. അയാൾ അത്രയേറെ ഇമ്പോർട്ടൻസ് അയാളുടെ കാറിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയാളുടെ ഫാമിലിക്കും വലിയ പ്രാധാന്യം നൽകിയാണ് അയാൾ ജീവിക്കുന്നത്. വളരെ നല്ല രീതിയിൽ അവരുടെ ഫാമിലി മൊമെന്റ്സും കാര്യങ്ങളൊക്കെ സിനിമയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ അയാൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് തന്റെ കാറ് എന്നും ഫാമിലി എന്നും നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇരിക്കെ അയാളുടെ ജീവിതത്തിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുന്നു. തുടർ കഥയാണ് ചിത്രം പറയുന്നത്. ഷൺമുഖൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. ടാക്സി ഡ്രൈവർ, കാറിനോട് ഏറെ പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരാള് എന്നുള്ള അയാൾ ഏത് രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്നൊക്കെ വളരെ നല്ല രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരാൻ വേണ്ടി മോഹൻലാലിന് പറ്റുന്നുണ്ട്. അതുപോലെ ലളിതയായിട്ട് വരുന്നത് ശോഭനയാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രി വളരെ നന്നായിട്ട് സിനിമക്കകത്ത് വന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. അവര് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫാമിലി ലൈഫ് എങ്ങനെയാണ്, അവർ തമ്മിലുള്ള തമാശകള്, രസങ്ങള്, അങ്ങനെയുള്ള മൊമെന്റ്സ് കുറെ ഈ ചിത്രത്തിന്റെ ബിഗിനിങ്ങിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ അവരുടെ മക്കളൊക്കെ ആയിട്ടുള്ള സ്നേഹം, പ്രത്യേകിച്ച് ഈ മോഹൻലാൽ ഈ കുട്ടികളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്, കുട്ടികളുമായിട്ടുള്ള അവരുടെ പിന്നെ എന്താ പറയാ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഭയങ്കര കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ഭയങ്കര രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭയങ്കര ഫീൽ ഗുഡ് ഫീലിംഗ് പിന്നെ തുടക്കത്തിൽ തരുന്നുണ്ട് ഈ സിനിമയുടെ ഒരു ബിഗിനിങ് പാർട്ട് എന്ന് പറയുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് തോന്നും. നമ്മളെ ഭയങ്കരമായിട്ടും അവരുടെ ഫാമിലിക്ക് അകത്തേക്ക് ഇന്നാക്കുന്നുണ്ട് സിനിമ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് സിനിമ കുറച്ചും കൂടെ പിന്നെ ഒരു ത്രില്ലർ മൊമെന്റിലേക്കൊക്കെ സിനിമ പോകുന്നത്. ആ പേസിൽ ഒപ്പിച്ച് പോവാൻ വേണ്ടിയിട്ട് പ്രേക്ഷകനെ സഹായിക്കുന്നത് ഈ ഫസ്റ്റ് പാർട്ടിലെ ആ ഒരു ബ്ലെൻഡിങ് മൊമെന്റ്സ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തുടക്കം തൊട്ട് ഒടുക്കം വരെ പ്രേക്ഷകനെ എൻഗേജിങ് ആയിട്ട് ആ സിനിമയിൽ ഇൻവോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. അത് ഒരു ഗംഭീര മേക്കിംഗ് നമുക്ക് തരുന്നുണ്ട്, ഒരു ഗംഭീര എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഒരു ഘട്ടത്തിലും സിനിമയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറ്റില്ല. അതിൽ ഈ മ്യൂസിക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഗംഭീര പങ്ക് വഹിച്ചിട്ടുണ്ട്. ജെയ്ക്സ് ബിജോയുടെ ഒരു ഫസ്റ്റ് പാർട്ടിൽ വരുന്ന പിന്നെ പാട്ടുകളായാലും അയാളുടെ ഓരോ എല്ലാ സന്ദർഭങ്ങളിലും വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അത് എൻഗേജിങ് ആയിട്ടുള്ള ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് സിനിമയിൽ ത്രൂ ഔട്ട് നമ്മൾ ഇന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ത്രൂ ഔട്ട് നമ്മൾ അതുമായിട്ട് ഒഴുകി പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തന്നെയായിരിക്കും അതൊരു സിനിമ ഒരു നല്ലൊരു അനുഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മ്യൂസിക് പോലെ തന്നെ ഈ സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് ഇതിന്റെ ഛായാഗ്രഹണം എന്ന് പറയുന്നത്. പിന്നെ കുറെ സീൻസ് ഉണ്ട്. ഈ മഴ വരുന്ന കുറെ സീൻസ് ഈ പടത്തിലുണ്ട്. കുറെ കൂടെ വൈറ്റ് ഷോട്ട്സ് വരുന്ന സീൻസ് കുറെ ഉണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് ഇന്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ പിന്നെ ക്യാപ്ചർ ചെയ്യുന്ന മൊമെന്റ്സ് ഉണ്ട്. ഇതിലൊക്കെ ഛായാഗ്രഹണം മികച്ചു നിൽക്കുന്നുണ്ട്. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ത്രൂ ഔട്ട് സിനിമയ്ക്കകത്ത് നമുക്ക് കിട്ടും. അത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ അതിന് സിനിമാറ്റോഗ്രാഫി ഡിപ്പാർട്ട്മെന്റിനെ എടുത്തു പറയണം. ഷാജികുമാറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം കൈകാര്യം ചെയ്തിട്ടുള്ളത്. എഡിറ്റിംഗ് പാർട്ടിലേക്ക് വരുന്ന സമയത്തും വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു അനുഭവം സിനിമയ്ക്ക് സമ്മാനിക്കുന്നത് അതിന്റെ എഡിറ്റിംഗ് പാർട്ടിലാണ്. വളരെ കൃത്യമായിട്ട് സീൻസിനെ ബ്ലെൻഡ് ചെയ്യുന്നതും പിന്നെ അത് ഗംഭീരമായിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റിലേക്ക് എത്തിക്കുന്നതിനും എഡിറ്റിംഗ് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. നിഷാദ് യൂസഫ് ആയിരുന്നു ഈ പടത്തിന്റെ ആദ്യത്തെ എഡിറ്റർ. നിഷാദ് യൂസഫിന്റെ മരണശേഷം ഷെഫീഖ് ആണ് ഈ പടത്തിന്റെ എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു എഡിറ്റർ എന്നുള്ള രീതിയിൽ നിഷാദ് യൂസഫും അതുപോലെ ഷെഫീഖും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഷെഫീഖിന്റെ ആ ഒരു എഡിറ്റർ എന്നുള്ള രീതിയിൽ ഒരു അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് ഈ സിനിമ തോന്നിയിട്ടുള്ളത്. എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പക്കയായിരുന്നു. ഇനി അഭിനേതാക്കളുടെ പെർഫോമൻസസിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട ആള് മോഹൻലാൽ തന്നെയാണ്. മോഹൻലാല്
ബിഗിനിങ് ടു എൻഡ് ഈ സിനിമയിൽ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത പ്രകടനമായിരുന്നു. ഒരു ഘട്ടത്തിലും ഒരു പൊടിക്ക് പോലും ഡൗൺ ആവുന്ന ഒരു ഫീൽ ഇല്ല. ഞാനത് ഇങ്ങനെ തന്നെ പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു കംപ്ലീറ്റ് ആക്ടർ ഫീലിംഗിലേക്ക് മോഹൻലാൽ എനിക്ക് അനുഭവപ്പെടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പല നിലയിലുള്ള ട്രോളുകളും കാര്യങ്ങളും മോഹൻലാൽ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു സമയമാണ് കടന്നുപോയത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അയാൾ മിന്നുന്ന ഒരു പ്രകടനം ഈ സിനിമക്കകത്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. അത് തിയേറ്ററിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ്. കാരണം ഇമോഷണലി ബ്ലെൻഡഡ് ആയിട്ട് ഭയങ്കര പാക്കഡ് ആയിട്ട് പോകുന്ന ഒരു സിനിമക്കകത്ത് ഗംഭീരമായിട്ട് അയാളെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് തരുൺ മൂർത്തി എന്ന് പറഞ്ഞ സംവിധായകനും ശരിക്കും കൈയടിക്കേണ്ട ഒരു സാധനമാണ്. മോഹൻലാൽ നന്നായി അഭിനയിക്കുന്നില്ല, മുഖത്ത് ഭാവങ്ങൾ വരുന്നില്ല, അതുകൊണ്ടാണ് അയാൾ താടി വെക്കുന്നത് എന്നൊക്കെ തുടങ്ങി ഒരുപാട് ട്രോളുകളും ഒരുപാട് പരിഹാസങ്ങളും നേരിട്ടിട്ടുള്ള ഒരു സമയമാണ് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയത്. അതിനെതിരെ നൈസായിട്ട് ഈ സിനിമയിൽ കുറെ ട്രോള് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഗംഭീരായിട്ടുള്ള ഒരു പ്രകടനത്തോടുകൂടി അതിനൊരു ഉത്തരവും താടി വെച്ചുകൊണ്ട് തന്നെ എനിക്ക് നന്നായി ഗംഭീരമായി അഭിനയിക്കാൻ പറ്റും എന്ന് തെളിയിക്കുക കൂടിയാണ് ഈ സിനിമയിലൂടെ മോഹൻലാൽ ചെയ്തിട്ടുള്ളത്. അത് കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമുണ്ട്. ഷൺമുഖൻ എന്ന കഥാപാത്രത്തോട് വല്ലാത്തൊരു ഇന്റൻസ് ഇമോഷണൽ കണക്ട് നമുക്ക് ഈ പടത്തിൽ ഫീൽ ചെയ്യും. അത് തന്നെയാണ് ത്രൂ ഔട്ട് ഈ പടത്തിൽ മൂവ് ചെയ്ത് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് വളരെ നന്നായിട്ട് തന്നെ മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. അതിൽ എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാകില്ല എന്ന് തോന്നുന്നു. ഒരു ഗംഭീര പെർഫോമൻസ്, മോഹൻലാലിന്റെ ഒരു ഗംഭീര പെർഫോമൻസ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസസ് പറയുമ്പം മോഹൻലാലിനോളം തന്നെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത ഒരു പെർഫോമറെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഈ പടത്തിന്റെ വില്ലൻ കഥാപാത്രമായിട്ട് വന്നിട്ടുള്ള ആളാണ്. ആളുടെ മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ആളുടെ പെർഫോമൻസ് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഒരു രക്ഷയില്ല. കാരണം നമ്മൾ ഇതുവരെ അയാളെ ഒരു സ്ക്രീനിൽ നമ്മൾ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് അയാൾ ഏത് നിലയിലേക്ക് അഭിനയിക്കുന്നത് നമുക്കറിയില്ല. ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ഫീലിംഗ് ഉണ്ടല്ലോ, എന്ത് എക്സ്പെക്ട് ചെയ്യണം, നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. അത് നന്നായിട്ട് ആള് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അയാൾ ഏത് ഗ്രാഫ് വരെയും തന്റെ അഭിനയം കൊണ്ട് ആ ക്യാരക്ടറിനെ എത്തിക്കും എന്നൊരു ഫീലിംഗിലേക്ക് ആ സിനിമയിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഗംഭീരമായിട്ട് അയാൾ പെർഫോം ചെയ്യുന്നുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം മോഹൻലാലിന്റെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ടും ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഈ വില്ലന്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. ഈക്വൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കോമ്പീറ്റിംഗ് പരിപാടിയിൽ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആളുടെ പെർഫോമൻസും പരിപാടിയിലും. പിന്നെ ആളൊരു ആർട്ട് ഫിലിം മേക്കറൊക്കെയാണ്. ആ നിലയിലൊക്കെ കുറച്ചു പേർക്കെങ്കിലും അയാൾ അറിയുന്നുണ്ടാവും, അയാൾ ഇന്റർവ്യൂസ് എങ്കിലും കണ്ടിട്ടുണ്ടാവും. എനിവേ, പിന്നെ കൺഗ്രാറ്റ്സ്, ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നതിന് ആ പെർഫോമർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും കൂടെ പറയാണ്. അതുപോലെ തന്നെ സ്ക്രീൻ സ്പേസ് കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ പോലും ശോഭനയുടെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ശോഭനയെ നമ്മളൊരു മലയാള സിനിമയിൽ കാണുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു വരണേ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം നമ്മൾ കാണുകയാണ്. മോഹൻലാലിന്റെ കൂടെ ഒരുപാട് നാളുകൾക്ക് മുമ്പ് മാമ്പഴക്കാലത്തിന് ശേഷമാണ് ഒരു പെയറായിട്ടൊക്കെ വരുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ശോഭന വളരെ കുറച്ച് സമയം സ്ക്രീനിൽ ഉള്ളെങ്കിലും ഉള്ള സമയത്തൊക്കെ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട്. ലളിത എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഇമോഷൻസ്, അവരുടെ ചിന്തകള്, സംശയങ്ങള്, ആവലാതികള്, വേവലാതികൾ ഒക്കെ നന്നായിട്ട് സ്ക്രീനിൽ എത്തിക്കാൻ വേണ്ടി ശോഭനയ്ക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ബിനു പപ്പുവിന്റെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ്. നെഗറ്റീവ് ഷെയ്ഡായിട്ടുള്ള കഥാപാത്രം വളരെ നന്നായിട്ട് ബിനു പപ്പു ചെയ്യുന്നുണ്ട്. ചില സീൻസിലൊക്കെ നമുക്ക് കൈവീശി ഒരു ഒന്ന് കൊടുക്കണം എന്നൊക്കെ തോന്നുന്നത്ര നിലയിലേക്ക് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ മണിയമ്പിള്ള രാജു എങ്ങനെ സിനിമയില് ഈ പിന്നെ മോഹൻലാലിന്റെ മക്കളായിട്ട് വരുന്ന രണ്ടുപേര്, പിന്നെ അങ്ങനെ എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പ്രകടനം. വെറുതെ ഒരു സീനിൽ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരടക്കം ഈ സിനിമയിൽ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തരുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. വളരെ സോഷ്യലി റെലവന്റ് ആയിട്ടുള്ള ഒരു വിഷയം ഈ സിനിമ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതെന്താണ്, എങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് സ്പോയിലർ ആയി പോവും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഒരാളുടെ
കുറിച്ചുകൂടി പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അത് വൺ ആൻഡ് ഓൺലി തരുൺ മൂർത്തി, ഈ സിനിമയുടെ സംവിധായകൻ എന്നുള്ള രീതിയിൽ അയാളുടെ മാക്സിമം എഫേർട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക കഴിഞ്ഞ് 3ാമത്തെ സിനിമയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഗംഭീരമായിട്ടുള്ള ഒരു എഫേർട്ട് ഇതിൽ ഇട്ടിട്ടുണ്ട്. ഈ സിനിമയുടെ എല്ലാ രീതിയിലുള്ള മികവിനും തരുൺ മൂർത്തിക്ക് ഒരു വലിയ കയ്യടി അയാൾ അർഹിക്കുന്നുണ്ട്. എല്ലാവിധ ആശംസകളും മിസ്റ്റർ തരുൺ മൂർത്തി ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ഒരുക്കിയതിന്. ഒപ്പം എൻറ്റയർ ടീമിന് ഒരു വലിയ കൺഗ്രാജുലേഷൻസ് തന്നെ പറയാണ്. ഇതൊരു ഫീൽ ഗുഡ് സിനിമയല്ല, പക്ഷേ തിയേറ്ററിൻ്റെ അകത്ത് ഒരു ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഈ സിനിമ നിങ്ങൾക്ക് തരും എന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായും ഈ സിനിമയ്ക്ക് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ടിക്കറ്റ് എടുക്കാം. തുടരും, കാണാം, അനുഭവിക്കാം. കൂടുതലൊന്നും ഈ സിനിമയെ കുറിച്ച് പറയുന്നില്ല. തുടരും എന്ന സിനിമ നിങ്ങൾക്കും ഒരു ഗംഭീര അനുഭവം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയണമെന്ന് തോന്നുന്നുണ്ട്. സ്പോയിലർ ആവുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തുടരും സിനിമയുടെ റിവ്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ റിവ്യൂ ആയിട്ട് എത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും പരിഗണിക്കുക. സ്നേഹപൂർവ്വം അഖിൽ ഗോവിന്ദ്. ഇവിടെ റിവ്യൂകൾ തുടരും.